നമസ്കാരം. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ നിന്ന് മുൻ വർഷത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ശേഷകൃഷ്ണേന വിരചിതം നാടകം കിം? ശേഷകൃഷ്ണൻ എഴുതിയ നാടകം ഏതാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇതിൽ ഉത്തരം കൊടുത്തിരിക്കുന്നത് കംസവധമാണ്. നമുക്ക് നോക്കാം. ഇവിടെ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രതിജ്ഞായൗഗന്ധരായണമാണ്. ഭാസൻ്റെ 13 നാടകങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ രണ്ടാമത്തെ പ്രതിജ്ഞായൗഗന്ധരായണമാണ്. അത് കഴിഞ്ഞിട്ട് ചാരുദത്തത്തിനെ പറയുന്നു, അവിമാരകത്തെ പറയുന്നു, പ്രതിമാ നാടകം, കർണഭാരം, ദൂതഘടോത്കചം, പാഞ്ചരാത്രം, ബാലചരിതം ഇതിനെയൊക്കെ പറയുന്നു. അതിനുശേഷം കാളിദാസൻ്റെ നാടകങ്ങളായിട്ടുള്ള മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, അഭിജ്ഞാന ശാകുന്തളം ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നു. അതിനുശേഷം ശൂദ്രകൻ്റെ മൃച്ഛകടികം അതിനെപ്പറ്റി പറയുകയാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. ശൂദ്രക, ഹു ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി AD, ഈസ് ദ ഓഥർ ഓഫ് മൃച്ഛകടികം, എ ഡ്രാമ ഓഫ് ദ പ്രകരണ ടൈപ്പ് ഇൻ 10 acts. അപ്പോൾ ഒരു ചോദ്യമുണ്ടായിരുന്നു, പ്രകരണത്തിന് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പം അതിന് ഉത്തരമായിട്ട് മൃച്ഛകടികാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം തേടിപ്പിടിച്ചത് ദശരൂപകത്തിൽ നിന്നാണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറിൽ നിന്ന് വന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഈ മൃച്ഛകടികം എന്ന് പറയുന്നത് പ്രകരണം എന്ന രൂപകത്തിൽ പെടുന്നതാണ്. ഇതിൽ 10 അംഗങ്ങളാണുള്ളത്. ഇത് എഴുതിയത് ശൂദ്രകനാണ്. ഈ ശൂദ്രകൻ്റെ കാലഘട്ടം AD 1-ാം നൂറ്റാണ്ടാണ്. There was an attempt by some critics to attribute this work to Dandin, but that view could not be maintained. അങ്ങനെ പറയുന്നു. അതിനുശേഷം അശ്വഘോഷൻ്റെ ശാരീപുത്രപ്രകരണം അതിനെപ്പറ്റി പറയുന്നു. വരരുചിയുടെ ഉഭയാഭിസാരിക എന്ന ബാണത്തെപ്പറ്റി പറയുന്നു. അതുപോലെ ഈശ്വരദത്തൻ്റെ ധൂർത്തവിട്ട സംവാദ എന്ന ബാണത്തെപ്പറ്റി പറയുന്നു. അതുപോലെ പാദതാടിതകം എന്ന ഒരു ബാണം അതെഴുതിയത് ശ്യാമിലകൻ, അതേപ്പറ്റി പറയുന്നു. അടുത്തത്, അതായത് ക്രമത്തിൽ പറയാണ്. നാടകങ്ങളെ പറഞ്ഞു, ഇനി ദശരൂപകങ്ങളുണ്ടല്ലോ, അപ്പോൾ നാടകങ്ങളെ പറഞ്ഞു, പ്രകരണങ്ങളെ പറഞ്ഞു, ബാണങ്ങളെ പറഞ്ഞു. ഇനി പ്രഹസനം അതിനെ പറയാണ്. പ്രഹസനം ഭഗവദജ്ജുക എന്ന പ്രഹസനം അതെഴുതിയത് ബോധായനനാണ്. പിന്നെ വീണാവാസവദത്തം എന്ന ഒരു കൃതി അതിനെപ്പറ്റി പറയുന്നു. പിന്നെ ദിങ്നാഗൻ്റെ കുന്തമാല അതിനെപ്പറ്റി പറയുന്നു. അതിനുശേഷം വിശാഖദത്തൻ്റെ മുദ്രാരാക്ഷസം അതിനെപ്പറ്റി പറയുന്നു. ഹർഷവർദ്ധനൻ്റെ 3 നാടകങ്ങളെപ്പറ്റി പറയുന്നു. പ്രിയദർശിക, രത്നാവലി, നാഗാനന്ദം. മഹേന്ദ്രവിക്രമൻ്റെ മത്തവിലാസ പ്രഹസനം അതേപ്പറ്റി പറയുന്നു. പിന്നെ ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണിയെപ്പറ്റി പറയുന്നു. അതുപോലെ ശക്തിഭദ്രൻ എഴുതിയ മറ്റൊരു കൃതിയാണ് ഉന്മാദവാസവദത്ത. അതിനുശേഷം ഭട്ടനാരായണൻ്റെ വേണീ സംഹാരത്തെപ്പറ്റി പറയുന്നു. അടുത്തത് ഭവഭൂതിയുടെ കൃതികളെപ്പറ്റി പറയുന്നു. ഏതൊക്കെയാണ്? ഉത്തരരാമചരിതം, മഹാവീരചരിതം, മാലതി മാധവം. ഇതാണ് ഭവഭൂതിയുടെ കൃതികൾ. അതേപ്പറ്റി പറഞ്ഞതിന് ശേഷം അതുപോലെ അടുത്തത് അനംഗഹർഷ, മാത്ര രാജ എന്നും അറിയപ്പെടുന്ന അനംഗഹർഷൻ്റെ താപസവത്സരാജം എന്ന കൃതിയെപ്പറ്റി പറയുന്നു.
പിന്നെ കുലശേഖരവർമ്മ, കേരളത്തിലെ കുലശേഖരവർമ്മൻ്റെ സുഭദ്ര ധനഞ്ജയം, തപതി സംവരണം, ഈ ഡ്രാമകളെ പറ്റി പറയുന്നു. അടുത്തത് മുരാരിയുടെ അനർഘ രാഘവത്തെ പറ്റി പറയുന്നു. രാജശേഖരൻ്റെ കർപ്പൂരമഞ്ജരി, വിദ്ധസാലഭഞ്ജിക, ബാലരാമായണം, ബാലഭാരതം ഇവയെപ്പറ്റി പറയുന്നു. ക്ഷേമേശ്വരൻ്റെ ചണ്ഡകൗശികത്തെ പറ്റി പറയുന്നു. ക്ഷേമേന്ദ്രൻ്റെ മറ്റൊരു ക്ഷേമേന്ദ്രൻ്റെ കനകജാനകി, ചിത്രഭാരതം ഇതിനെപ്പറ്റി പറയുന്നു. ബിൽഹണൻ്റെ കർണസുന്ദരി, അതിനുശേഷം ദാമോദര മിശ്രൻ്റെ ഹനുമൻ നാടകം ഇതേപ്പറ്റി പറയുന്നു. അടുത്തത് കൃഷ്ണമിശ്രൻ്റെ പ്രബോധചന്ദ്രോദയത്തെ പറ്റി പറയുന്നു. വേദാന്ത ദേശികൻ്റെ സങ്കല്പ സൂര്യോദയം അതിനെപ്പറ്റി പറയുന്നു. അതുപോലെ യശപാലൻ്റെ മോഹമുദ്ഗരത്തെ പറ്റി പറയുന്നു. കവി കർണപൂരൻ്റെ ചൈതന്യ ചന്ദ്രോദയത്തെ പറ്റി പറയുന്നു. ഗോകുലനാഥൻ്റെ അമൃതോദയത്തെ പറ്റി പറയുന്നു. ജയദേവൻ്റെ പ്രസന്നരാഘവത്തെ പറ്റി പറയുന്നു. കാഞ്ചനാചാര്യൻ്റെ ധനഞ്ജയ വിജയം എന്ന വ്യായോഗത്തെ പറ്റി പറയുന്നു. രാമചന്ദ്ര സൂരിയുടെ നളവിലാസത്തെ പറ്റി പറയുന്നു. വത്സരാജൻ്റെ ത്രിപുരദാഹ ഡിമമാണിത്, അതിനെപ്പറ്റി പറയുന്നു. അതുപോലെ സമുദ്രമഥനം അത് സമവകാരമാണ്. രുക്മിണീഹരണം അത് ഈഹാമൃഗമാണ്. ഹാസ്യചൂടാമണി അത് പ്രഹസനമാണ്. പിന്നെ ജയസിംഹസൂരിയുടെ ഹിമ്മീര മദമർദ്ദനം അതിനെപ്പറ്റി പറയുന്നു. വിദ്യാനാഥൻ്റെ പ്രതാപരുദ്ര കല്യാണം ആ നാടകത്തെപ്പറ്റി പറയുന്നു. വാമനഭട്ടബാണൻ്റെ വേമഭൂപാല ചരിതം അതേപ്പറ്റി പറയുന്നു. ശേഷകൃഷ്ണൻ്റെ കംസവധം. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ചോദ്യം എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ശേഷകൃഷ്ണ ഓഫ് ദ 16th century AD 16ാം നൂറ്റാണ്ടിലെ ശേഷകൃഷ്ണൻ wrote a drama in 6 acts called കംസവധ. അദ്ദേഹം ഒരു നാടകം രചിച്ചു. അതിൽ 6 അംഗങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് കംസവധം. രൂപക് ഗോസ്വാമി, എ ഡിവോട്ടി ഓഫ് ശ്രീകൃഷ്ണ ചൈതന്യ, ഹാസ് റിട്ടൺ ടു പ്ലേസ് വിദഗ്ധ മാധവം ആൻഡ് ദളിത മാധവം ബോത്ത് കണക്റ്റഡ്. അത് അടുത്ത വിഷയത്തെ പറ്റിയാണ്. രൂപക് ഗോസ്വാമി എഴുതിയിട്ടുള്ള 2 പ്ലേകളാണ് വിദഗ്ധ മാധവവും ദളിത മാധവവും. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ എത്തി. ശേഷകൃഷ്ണൻ 16ാം നൂറ്റാണ്ട് AD ഒരു നാടകം രചിച്ചു, 6 അംഗങ്ങളുള്ളത്. അതിൻ്റെ പേരാണ് കംസവധം.